അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന് 24-ാമത്തെ വചനം. ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. കൂടെ നടക്കുന്ന ഒരു അനുഭവം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ നോഹ നീതിമാനായിരുന്നിട്ടും ദൈവത്തിൻ്റെ കൂടെ നടന്നു. മോശ, ദൈവം തെരഞ്ഞെടുത്ത മോശ ദൈവത്തിൻ്റെ കൂടെ നടന്നു. ഏലിയാവ് ദൈവത്തിൻ്റെ കൂടെ നടന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കായി ഒരു മകൻ ജനിക്കും, നമുക്കായി ഒരു പുത്രൻ വെളിപ്പെടും. ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന പഴയ നിയമ സംഭവങ്ങളെ കാണുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം നമ്മോട് കൂടെയുള്ളവനെന്ന് തിരിച്ചറിയാൻ കഴിയും. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിലൂടെ അവൻ നടത്തുന്നത് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ നോക്കുമ്പോൾ തിരുവെഴുത്ത് പ്രകാരം ദൈവം നമ്മോട് കൂടെ കാനാവിലെ കല്യാണ വിരുന്നിന് യേശുവിനെയും യേശുവിൻ്റെ കുടുംബത്തെയും ശിഷ്യന്മാരെയൊക്കെ ക്ഷണിച്ചെങ്കിൽ അവിടെ തീർന്നുപോയ വീഞ്ഞ് ദൈവം നമ്മോട് കൂടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മോട് കൂടെ ആ ഭവനത്തോട് കൂടെയുണ്ടായിരുന്നു. അവിടെ പരിഹസിക്കപ്പെടാൻ സാധ്യതയുള്ള അവരുടെ വിരുദ്ധശാലയിൽ മേൽത്തരം വീഞ്ഞു കൊടുത്ത് അവരെ അനുഗ്രഹിച്ചെങ്കിൽ ആര് സഹായിക്കാനില്ലാതെ തള്ളപ്പെട്ട് കിടന്ന 38 വർഷക്കാലം തളർവാദം പിടിപെട്ട മനുഷ്യനെ യേശു കൂടെ കടന്നു വരുമ്പോൾ നമ്മോട് കൂടെയുള്ളവൻ, സൗഖ്യദായകൻ, അനുഗ്രഹിക്കുന്ന ദൈവം, ഒന്നിനും കുറവ് വരുത്താത്തവൻ, നമ്മുടെ ഭാരങ്ങൾ വഹിച്ചവൻ, ചോദിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, അന്വേഷിച്ചാൽ ജീവിതത്തിൽ അവൻ്റെ പ്രവൃത്തിയെ അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് നമ്മെ അവൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ ദൈവം ഇടയാക്കുന്ന സമയമാണ് പ്രിയമുള്ളവരെ. മറ്റെല്ലാം നമുക്കൊന്ന് വിട്ട് അവൻ്റെ കൂടെയൊന്ന് നടക്കാൻ കഴിഞ്ഞെങ്കിൽ അവൻ നമ്മോട് കൂടെയുണ്ട്, അവൻ നമ്മെ നടത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. കണ്ടോ, ആത്മാവ് നമ്മുടെ അകത്ത് നമ്മെ നടത്തും. നമ്മെ നടത്തുന്ന നമ്മുടെ കർത്താവ്, നമ്മെ ബലപ്പെടുത്തുന്ന നമ്മുടെ കർത്താവ്, നമ്മളെ അനുഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവ്. പരിശുദ്ധാത്മാവിൽ നടക്കാത്ത മനുഷ്യൻ അവൻ്റെ വഴി ദൈവവഴി അല്ലാതെ കടന്നു പോകാൻ ഇടവരും. ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിൽ അവനെ നടത്തുമ്പോൾ ഇതാ ദേവാലയത്തിൽ ആരാധന കഴിഞ്ഞ് മടങ്ങി വരുന്ന ഷെണ്ടന്റെ അടുക്കൽ ഇതാ ഫിലിപ്പോസിനെ ദൈവം എത്തിച്ചെങ്കിൽ, നടത്തിയെങ്കിൽ നമ്മെ നടത്തുന്ന ഒരു ദൈവം. ആരാണോ വേദനിക്കുന്നത്, ആരാണോ വചനം അറിയേണ്ടത്, ആർക്കാണോ ദൈവത്തിൻ്റെ സാന്നിധ്യം ആവശ്യമുള്ളത്, അവരുടെ അടുക്കലേക്ക് നമ്മെ അയക്കുന്ന ഒരു കർത്താവ്. നമ്മൾ വിഷമിച്ച് വീട്ടിലിരുന്നാൽ നമ്മുടെ അടുത്തേക്ക് രക്ഷകനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലൂടെ നമ്മെ സഹായിക്കുവാൻ കർത്താവ് കടന്നു വരും. ഈ ഒരു നല്ല ഒരു ദിവസം നമുക്കായി ദൈവം ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയാകും. നിങ്ങൾക്ക് ആരും സഹായിക്കാനില്ല, ആരും നമ്മെ നോക്കാനില്ല, ആരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കേണ്ട. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. നാം എന്ത് ചെയ്യണം? നമ്മോട് കൂടെയുള്ളവൻ്റെ കൂടെ നടക്കണം. വേറൊന്നും ചെയ്യണ്ട. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്നെങ്കിൽ അവൻ നമ്മോട് കൂടെ നമ്മെ നടത്തുന്നത് കാണാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഹാനോക്കിൻ്റെ കൂടെ, ദൈവത്തോട് കൂടെ ഹാനോക്ക് നടന്നെങ്കിൽ പുതിയ നിയമത്തിൽ എന്നോട് കൂടെ നടക്കുന്ന, എന്നെ നടത്തുന്ന, എന്നെ അനുഗ്രഹിക്കുന്ന ഒരുവൻ്റെ സാന്നിധ്യം ഞാനും അനുഭവിച്ച് കൂടത്തിൽ നടക്കത്തക്ക വിധം
ശക്തിയും കൃപയും പകരണം. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.